ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശാന്തമ്പാറയാണ്. ശാന്തമ്പാറയിലെ ഉച്ചൽകുത്ത് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ്. അത് കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഒരു ബോർഡറാണ്. അങ്ങോട്ടുള്ളൊരു ഓഫ് റോഡ് ട്രാക്കാണ്. അത് അത്യാവശ്യം നല്ല ട്രാക്കാണെന്നാണ് കേട്ടത്. ഇതുവരെ പോയിട്ടില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. കുറച്ച് നാൾ മുമ്പ് വരെ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിന്ന സ്ഥലമാണത്. ഞാനൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു കാണും ഈ ഓഫ് റോഡ് താല്പര്യമുള്ളവർ. അപ്പോൾ നമ്മൾ ഓഫ് റോഡിക്കാൻ വന്നതാണ്. കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല മഴയാണ്. അപ്പോൾ താഴ്ന്ന ആൾക്കാരെല്ലാം പറഞ്ഞത് മിക്കവാറും തല മുതൽ താഴെ വരെ ചെളിയായിരിക്കും പറഞ്ഞു പോയിട്ട് വരുമ്പോഴേക്കും. മെയിനായിട്ട് മറ്റേ ആ ഹോട്ടലുകാരൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. നമുക്ക് ഹോട്ടലുകാരനെ കണ്ടപ്പോൾ താഴ്ന്ന് ഞങ്ങളുടെ ബാഗ് അവിടെ വെച്ചിട്ട് ഓഫ് റോഡ് ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ പുള്ളി പറഞ്ഞു തിരിച്ചു വരുമ്പം കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറ്റിയെന്ന് പറഞ്ഞു. കാരണം അത്രയും ചെളിയായിരിക്കും ശരീരം മൊത്തം. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഇപ്പോൾ സായുണ്ട്, കുറേ ആൾക്ക് ശേഷം ഒരു ഓഫ് റോഡിന് സായ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ശ്രീ ഉണ്ട്. ശ്രീ ലാസ്റ്റ് മറ്റേ എൻട്രോയ്ക്ക് വന്നതല്ലേ, മറ്റേ ഇതിന് നമ്മുടെ എന്താണ് മറ്റേ സ്ഥലത്തിൻ്റെ പേര്, കോട്ടത്താവളം ഓഫ് റോഡിന് വന്നതാണ്. പിന്നെ ക്യാമറയുടെ പുറകിൽ സണ്ണിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കയറാൻ പോകുന്നത്. ഓഫ് റോഡ് അടിച്ചിട്ട് കേട്ടോ, ഒരു ലോങ് ഗ്യാപ്പായി. അപ്പം നമുക്ക് മെല്ലെ കേട്ടോ, പതിയെ മതി. സായി കുറേ അല്ലേ ഓഫ് റോഡ് അടിച്ചിട്ട്? 2 കൊല്ലമായി. സണ്ണിയോ? നമ്മളൊന്ന് വാഗോണിൽ അത് എന്നാ കാലം വെച്ചാ മാർച്ച്. അതെ അതെ. അപ്പോൾ എല്ലാവരും കുറച്ച് ഗ്യാപ്പായി, മെല്ലെ അങ്ങ് കയറാം. സായി നോക്കിയിട്ട്. ഓക്കെ, നല്ല നെല്ലുണ്ടാവും, ചെളിയും ഉണ്ടാവും. ഞാൻ മതിയുണ്ടാവുള്ളൂ, കാരണം ടയറൊന്നുമില്ല. ടയറില്ല. പിന്നെ മാത്രമല്ല, എവിടെയെങ്കിലും കോൺഫിഡൻ്റ് ആയ സ്ഥലത്ത് മാത്രം കാല് പ്ലാൻ ചെയ്ത് കയറിയാൽ മതി കേട്ടോ. അപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇനിയിപ്പോൾ തെന്നലാവും. അവിടുന്ന് പറഞ്ഞാൽ നല്ല സ്പെഷാണെന്നൊക്കെ പറഞ്ഞത് ചെളി. എന്തായാലും നോക്കാം. അന്നേരം മെല്ലെ അവിടെ നീക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, വാ. നല്ല തെന്നലുണ്ട്. തെന്നല് നല്ലുണ്ട്. തെന്നുണ്ടോ? ഓ, എന്നോട് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് വിഷയം. എൻ്റെ ബാക്ക് വലിയ കുഴപ്പമില്ല. ഈ കല്ല് കയറുമ്പോഴേ പഠിക്കുന്നുണ്ട്. പ്രോബ്ലം ഉണ്ടല്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറി. നമ്മൾ അവിടുന്ന് വഴി തെറ്റി ഇത് ഞണ്ടാർമേട്ടിലേക്കുള്ള ട്രാക്കാണ് ഞങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. നമുക്ക് ഉദ്ദേശിച്ച സ്ഥലം ഉച്ചിലകുത്താണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുക.
വന്ന പിന്നെ തിരിച്ചിറങ്ങിയിട്ട് മറ്റേ അവിടുന്ന് ഡീവിയേഷൻ ഉണ്ടായത് മാറിപ്പോയി ഞങ്ങൾക്ക് കാമാൻ ഫ്രീയെ ഫോളോ ചെയ്യാം. പോട്ടെ പോട്ടെ ചെറിയൊരു സ്ട്രീം. സെറ്റ് ട്രാക്ക് അടിച്ചു പോട്ടെ അതല്ലേ നല്ല മറ്റേ മഞ്ഞ കളറുള്ള ഫ്രഷാണ് സായിദാസ് ഉണ്ടാവൂ. അതുകൊണ്ട് തെന്നുള്ള കാര്യം അവിടെ ഡൗട്ടൊന്നുമില്ല. അറിയാ ആ രായ് കൊള്ളാം കൊള്ളാം. ഓക്കെ അല്ലേ? ആ ട്രാക്ക് പിടിച്ച് വേണം മുത്തേ. അത്രേ ഉള്ളൂ സെറ്റ് പോട്ടെ. കയറാം പോണത്തിലും പോട്ടെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഗീവ് അപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, നിർത്താം. എന്നാ പറ്റി? റിസ്ക് ആണോ? എന്നാ നീ അവിടെ സൈഡ് വയ്ക്കും ആ ക്യാബിൽ. ആ എന്നിട്ട് നീ എന്താ പ്ലാൻ? അവിടെ നിർത്തണം എവിടെയാണോ? ഞങ്ങൾ അടിച്ചു കേട്ടെന്നാ. ആ നീ മെല്ലെ വന്നാ കേട്ടാ. അതാണ് പറ്റില്ല, അത് കാലിൽ വയ്യാം. എൻ്റെ മോനെ കാറ്റ് വീശി നോക്കിയേ, ഉണ്ടോ? ഭീകരമായ കാറ്റാ. മോളെന്തായിരിക്കും? നോക്ക് എൻ്റെ മോനെ നോക്കിയോ നിങ്ങൾ. ഇപ്പോഴാണ് എന്താ പറയുക ഒരു എനർജി വന്നത്. ഇത്രയും നാൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടേ ലൈഫിൽ എന്തോ പോയ അണ്ണാനെ പോലെയായിരുന്നു ജീവിതം. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല മക്കളെ. കുറേ നാൾക്ക് ശേഷം കിട്ടിയ ഓഫ് റോഡ് നമുക്ക് എങ്ങനെയും കിട്ടുന്നത് മുതലാ. നമ്മൾ പിന്നെ എവിടെ പോയാലും അതിൻ്റെ എക്സ്ട്രീം സിറ്റുവേഷനിലാണ് പോകാറ്. അതെ, അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ടാറിട്ട് റോഡാക്കും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആവും, ഇല്ലെങ്കിൽ മഴ വന്ന് ഇടിഞ്ഞു പോകും. എന്തൊക്കെ ആവും. വാ ഇപ്പം നമ്മൾ വന്നില്ലേ, ഇനി ചിലപ്പോൾ ഇടിയുണ്ടാവും. അങ്ങനെ കാണാനില്ല. ആ എന്തോ മൊമെന്റ് ഉണ്ടെങ്കിൽ കയറുമായിരുന്നു.
കാലിൽ ചളി വരുന്നിട്ടാ പോയത്. അവനുള്ള ഞാൻ തിരിച്ചു കൊടുക്കും ഉറപ്പാ. അവനെന്താ കാട്ടിനോട്ടേക്കൊക്കെ പോണു? അണ്ണൻ ചെറുതായിട്ട് വഴി മാറിപ്പോയി. ചെറുതായിട്ട് ഷോർട്ട് കിട്ടും, നേരെ തിരിച്ചു പോകാന്ന് പറഞ്ഞത്. ഞാൻ പോവാണ്. സൂപ്പർ. ഇത് മുതൽ സാധനല്ലേ? പിന്നെ സമ്മതിക്കണ്ടോ? ഇതൊക്കെ എന്ത് കൂളായിട്ടാണ് വരുന്നത്. അങ്ങോട്ട് നോക്കി, ബ്യൂട്ടിഫുൾ. ഒരു ഓഫ് റോഡ് പ്രാന്തനെ സംബന്ധിച്ചോളം ഇത് കാണുമ്പോൾ മനസ്സ് സന്തോഷമാണ്. ഒരു കൊല്ലമായില്ലേ? ഒരു കൊല്ലമായി അടിച്ചിട്ട്. കൈയൊക്കെ മെയിനായിട്ട് കൈ പമ്പാവുന്നു. പമ്പാവുന്നുണ്ട്. കൈ പമ്പെന്ന് പറഞ്ഞാൽ ക്ലച്ച് നിന്ന് കൈടുമോ? ഓൾറെഡി ഹിമാലയ ക്ലച്ച് അറിയാലോ. ശ്രീ കുറച്ച് ബാക്ക് എടുക്ക്. മൊമെൻ്റം ഇല്ല. പോട്ടെ ഇനി പോട്ടെ. ബാക്ക് പോട്ടെ. പോട്ടെ. കൈ അവിടെ നോക്ക്. വ്യൂ ഒന്നും കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല. അതുപോലെ കോടമഞ്ഞാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം വ്യൂ സെക്കൻഡറി, ഓഫ് റോഡാണ് ആദ്യത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ പിന്നെ വ്യൂ ഇന്ത്യനും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒബ്സ്റ്റക്കിൾസ് കടത്തി. ഇനി ഏതാനും നിമിഷങ്ങൾക്കാണ് നമ്മൾ ഉച്ചലകുത്തിലേക്ക് കിടക്കും അല്ലേ? നമ്മളെന്തായാലും ഉച്ചലകുത്ത് കയറുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും ടോപ്പ് ഒരു പോകും കേട്ടോ. രണ്ട് തിരിച്ചു വന്നുള്ളൂ. വേറെ കാര്യം ഉണ്ടോ? മഴക്കാലത്ത് വന്നാൽ ഇതിൻ്റെ പണ്ണുള്ളൂ ഈ ട്രാക്കിൻ്റെ. വേനൽക്കാലത്ത് ഈസിയായി കയറി പോകും. വലിയ ടാസ്ക് ഒന്നുമില്ല. മഴ എന്ന് പറയുമ്പോൾ സ്ലഷ് വരുന്നത്. ചോര കണ്ടാണല്ലോ. അല്ലേ സായി? സ്ലഷാണ് നമുക്ക് വേണ്ടത്. അതന്നെ. കൈ വിട്. അതന്നെ. കൊടു. അത്രേ ഉള്ളൂ. വെയിറ്റുള്ള വണ്ടി കൂടിയാണ്. അപ്പം നമുക്ക് പവർ ഇല്ലെങ്കിൽ പിന്നെ വണ്ടിയുടെ വെയിറ്റ് നമുക്ക് ഫുള്ള് ഫീൽ ചെയ്യും. വണ്ടി എപ്പോഴും ഇങ്ങനെ മൊമെൻറ്റത്തിലായിരിക്കണം വണ്ടി. കയറി പോടാ തന്നി കുട്ട. ഇനി ഗ്രേഡ് ട്രാക്കാണോ നല്ലത് അറിയില്ല. കയറിപ്പോ. നല്ല പോലെ ബാക്ക് ടയർ കിടന്ന് ഫ്രഷിൽ കിടന്ന് തെന്നുന്നുണ്ട്. പിന്നെ ഈ കണ്ണു കാണത്തില്ലല്ലോ ഈശ്വരാ. ഏത് സ്ഥലം? കണ്ണിൽ മറ്റേ ഈ സാമാനം വന്ന് വീണ് കണ്ണ് കാണാതെ ഹെൽമെറ്റ് കുടിക്കാൻ ചാകുമ്പോൾ ഇരിക്കുക പറഞ്ഞാൽ ആദ്യം ഇവിടെ കിടന്നു. ഹെൽമെറ്റിൽ വള്ളി കുടുങ്ങി. ഇത് ഊരിക്കേ. ഹെൽമെറ്റിൽ മറ്റേ വള്ളി കുടുങ്ങിയിട്ട് ഇതാണില്ലേ, ഇത് എന്നെ കഴുത്തി കുടുങ്ങി. ഇനിയിപ്പോ ഉച്ചലകുത്തിലേക്ക് ഏതാണ് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഈ ട്രാക്ക് എടുത്ത് വന്നതാ. ഇതുണ്ടോ, ഇത് കറക്റ്റ് എന്നെ കഴുത്തെ കുടുങ്ങി ഈ സാധനം. ഹെൽമെറ്റ് തലയെല്ലാം കൂടെ പുറകിൽ ഞാൻ ഇങ്ങനെ ഇരിക്കണം. നേരെ വന്ന് സ്റ്റാച്ച് ചെയ്തു. പാർക്കിംഗ് സ്പോട്ട് തന്നെയുണ്ട്. കൊള്ളാല്ലേ? റെസ്റ്റ് എടുക്കാം. ഇപ്പൊ ശരിക്കും ഉച്ച കുത്തി. സത്യം ഇതാണ് ഉച്ച കുത്തി വീഴാതുള്ളേ. ഇതായിരിക്കും ഉച്ചിലെ കുത്ത്. കാല് വെക്കാൻ്റെ ഇവിടെ ഇങ്ങനെ വരാട്ടാ. ഇങ്ങനെ കയറി ഈ സാമാനെല്ലാം എന്റെ കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങി. ഞാൻ ഇങ്ങനെ നിൽക്കുക ഇവിടെ കയറല്.
ഇങ്ങോട്ട് എന്തൊക്കെ എന്ത് പറയുന്നത് നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. നല്ല ട്രാക്കല്ലേ സായി? പിന്നെ അടിച്ചു പറത്താ എന്ത് ഫ്ലഷ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല, ചെളി മാത്രം. ചെറിയ ഓഫ് റോഡ്, കയ്യും കാലും കൊണ്ടാ നടക്കണത് ഇപ്പൊ. അത് ചെറിയൊരു ഓഫ് റോഡെന്ന് പറഞ്ഞ സാധനം വിളിച്ചിട്ട് വരുത്തിയാണ് ഞാൻ. ചെറിയ ഓഫ് റോഡല്ലേ സായി? അതെ, നന്നായി ഞാൻ എടുക്കാത്ത. സോഫ്റ്റ് ഓഫ് റോഡല്ലേ ഇത്? അല്ലേ, ഭയങ്കര സോഫ്റ്റ്. കുഴപ്പമില്ല. അത് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു. ചെറിയൊരു സെക്ഷൻ ചെളി ഇവിടെ അത്യാവശ്യം ചെളിയുണ്ട്, കയറ്റമുണ്ട്. പിന്നെ ഇത് സൈഡൊക്കെ തിന്നുന്നുണ്ട്. കയറാം. കണ്ട 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 സായുധ തെന്നി മെഴുകി പോകുന്നുണ്ട്. നല്ല അത്രയും തെന്നലുണ്ട് ഇവിടെ. അപ്പോൾ ടയറ് കട്ടയാണെങ്കിലും കണ്ടോ സ്ലിപ്പ് ആവുന്നുണ്ടോ? ശരി ഫ്രീ ഒന്നും നോക്കാമല്ല. ജയ് ജവാൻ. വണ്ടി എടുക്കുക. കയറി വാ. ഒന്ന് ബാക്ക് എടുത്താൽ കുറച്ചുകൂടെ ഒരു പൊടിക്കൂടെ. ആ മതി. സി ഒറ്റ ത്രോട്ട് കിട്ടാ, ഫുൾ പവറിൽ കയറിക്കോളും. മിസ്റ്റേക്ക് ഒറ്റ ത്രോട്ടിൽ ക്ലച്ച് കിട്ടോ. അയ്യാ കുഴിഞ്ഞു, ചെളിയിൽ താന്ന വണ്ടി. വണ്ടി കയറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ ചെറിയൊരു കയ്യബദ്ധം. ഇനി കുറച്ചുകൂടെ വിളിക്കാം. ഇത് വിചാരിക്കുന്നതല്ല കേട്ടോ, സീനാണ്. ഇത് കണ്ടോ കണ്ടോ, ടയറ് വരെ കിടന്ന് കറങ്ങും. ഇത് നല്ല പാടാണ്. വീട് വണ്ടി കയറ്റി വെച്ചു കേട്ടോ. ടയറൊക്കെ കത്തി അമർന്ന് മുകളിലൊക്കെ ഒരു വീട് പണിക്കുള്ള മണ്ണുണ്ട്. ഇനി അടുത്ത എൻ്റെ വണ്ടി കയറ്റണം. വണ്ടി എടുക്കാൻ പോകുന്ന വഴി നിരങ്ങി ഒന്നങ്ങ് വീണു. നോക്കി കുറച്ച് തൊലിയും പോയിട്ടുണ്ട്. ഓ വണ്ടിയൊന്നും വീഴുന്നില്ല, പക്ഷെ തെന്നി വീണ് കണ്ടത് അവിടെ. അവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ എങ്ങനെ വണ്ടി എടുത്ത ഇതുവരെ പോയാ വെള്ളം വന്നു. ഇല്ലില്ല, ഇതാണ് ആക്ഷൻ ഷോട്ട്. അവനെ കാണിക്കാതെ വീഡിയോ എടുക്കാൻ വന്നതാ. എന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചവനാ അവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മള് ബരാബർ 2 വീഴ്ച. അതും വണ്ടിന്നല്ല, നടന്ന്. ചവിട്ടാൻ പോലും കിപ്പില്ലെന്ന്. ട്രൈ ചെയ്യട്ടോ. നമ്മുടെ സണ്ണിക്ക് വേണ്ടി ഞങ്ങൾ ഉഴുതും മറച്ചിട്ടിട്ടുണ്ട് കണ്ടോ. അതെ, സണ്ണിക്ക് വേണ്ടി ഞങ്ങൾ ട്രാക്ക് ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്കിയേ, ഇവിടെ കിടക്കുന്ന കിടപ്പുണ്ടാ കേട്ടോ, കുഴാന്ന് കിടക്കുന്നത്. സണ്ണിക്ക് ഈസി ആയിരിക്കും. ഇനി സണ്ണിക്ക് ഈസി ആയിരിക്കും അല്ലേ, നമ്മൾ വഴി വെട്ടി വെച്ചോണ്ട്. ഒന്ന് ബാക്കെടുത്ത് ആയിരിക്കേ. ആ എന്നാ വെയിറ്റ് ചെയ്യും. ഇതാണ് ഫുള്ളും മസിൽ, അതാ പ്രശ്നം. ആ അവിടെ അല്ലേ, രാവിലെ എനിക്ക് വന്നല്ലേ തണുത്തിട്ടാടാ. മഴയും നമ്മൾ ഇത്രയും തണുത്ത കാറ്റൊന്നും വന്നല്ലേ. ഞാൻ ഈ വീട്
ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ആ പിടിച്ച് പൊട്ടെ. അങ്ങോട്ട് പോണ്ട. എടാ റൈറ്റ് പിടിക്കടാ. സണ്ണി റൈറ്റ് പിടിക്കുകയാണെങ്കിൽ കുറേ കല്ലുണ്ട്. അപ്പോൾ അതിൽ ചാടി പോയിക്കോളും. ഇപ്പുറത്തെ മണ്ണാ, പിന്നെ ആ പാറ കിടന്ന് കറങ്ങും. ബാക്കോട്ട് ഇറക്കിയോ? അത് നോക്കിയിട്ട് ആ ട്രാക്കായി. ആ ഇനി ഒന്ന് ബാക്കോട്ട് ഇറക്കിയോ? ജസ്റ്റ് ബാക്കോട്ട് ഇറക്കട്ടെ സണ്ണി. ജസ്റ്റ് ഇറക്കിയാൽ മതി. പൊടിക്ക് ആ കല്ലുണ്ടവിടെ. ആ മതി. ഇനി ഇവിടെ നിന്ന് ഒറ്റ ത്രോട്ട് കയറി പോട്ടെ. ഒന്ന് ബാക്കെടുക്ക പൊടിക്ക്. ആ മതി. കുഴപ്പമില്ല, കയറി പോവും. സണ്ണേ ഒന്ന് ബാക്കോട്ട് പുഷ് ചെയ്തിട്ട് ആ ഫ്രണ്ടിലേക്ക് തള്ളുന്ന കൂട്ടത്തിൽ ഒരൊറ്റ ത്രോട്ടിൽ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്തേ. ചാടി കയറിപ്പോഴും. എൻ്റെ വണ്ടിക്ക് വലിയ വെയിറ്റ് ആയതുകൊണ്ട് ഈസിയായി കയറി പോവും. ക്ഷീണിച്ചോ മോനെ? എന്നാരി മസ് പിടിച്ചോ? ഇല്ല കുഴപ്പമില്ല. അതാണ് നമ്മൾ ചവിട്ടാനുള്ള ഗ്രിപ്പ് ഇല്ല. വണ്ടി ഇവിടെ കല്ലിട്ട് കൊടുക്കാമോ? ഇവിടെ കല്ലിടണോ? കയറി. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നതായിരിക്കും. സംഭവം വേനൽക്കാലത്ത് വരികയാണെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് കയറി പോകാം കേട്ടോ. പക്ഷേ മഴക്കാലത്ത് വന്നാൽ നല്ലപോലെ പാടുപെടും. പക്ഷേ അതാണ് അതിൻ്റെ രസം. മഴക്കാലത്ത് വന്നാൽ നമുക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുള്ളൂ. അപ്പോഴല്ലേ ഓഫ് റോഡിനൊരു രസമുള്ളൂ അല്ലേ? കാല് കുത്തിയോ? വീണോ? എന്നാ വരിക? ഇവിടെ സ്ലിപ്പാണോ? ആ ഈ ട്രാക്കിൽ ഈ മണ്ണ് അങ്ങനെയാ. എൻ്റെ ഒന്ന് പോയായിരുന്നു. പിന്നെ ഞാനത് എങ്ങനെയൊക്കെയോ ചാടിത്തുള്ളി ഞാൻ മാനേജ് ചെയ്തു. എത്തിയില്ലേ? ട്രാക്ക് എങ്ങനെയാണ്? വാവോ, തിരിച്ചു കയറാൻ നേരത്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് നടക്കാനേ പേടിയാണ്. മഞ്ഞ് മൂടിയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് വണ്ടി എടുത്ത് ജസ്റ്റ് അറ്റം വരെ ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചിങ്ങി വരാം. ഓക്കെ, എത്തിയാണ് മക്കളെ. അങ്ങനെ ഫൈനലി നമ്മൾ എന്താ കാറ്റ് നോക്ക്. ഇതൊരു കറുത്ത മണ്ണല്ലേ? ഈ റൈറ്റ് സൈഡില്ലേ? ഈ റൈറ്റ് സൈഡ് പിടിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ല രീതിയാ. ഇല്ലടാ, ഇത് നോക്ക്. ഇതിങ്ങനെ താഴ്വാരവാ. ഞാൻ അഥവാ പോയാലും 4 ബെൽറ്റിക്ക് അവിടെ നിൽക്കും. ആ ഇല്ല, നമുക്ക് അവിടെ പോയി അവിടെ നിർത്താം. ഈ വഴി നിർത്താതെ വാ. ഇതുവരെ കയറ്റി കൊണ്ടുവന്നില്ല, അങ്ങോട്ട് കൊണ്ടുവന്നല്ലേ മണ്ണേ. നിങ്ങളെ കണ്ടല്ലോ. ഇതുണ്ടോ ഇപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് അട്ട പറയാണ്. ഇതുണ്ടോ കുടുംബത്തോടെ ഉണ്ട്. നോക്കിയേ, ഒരു സെക്ഷൻ മൊത്തം കടിച്ചിട്ടുണ്ട് കഴിഞ്ഞു. അച്ഛൻ, അമ്മ, കുട്ടിയോള്. മഞ്ഞായിട്ടാ. പിന്നെ ആ വ്യൂ ഒക്കെ പോയിട്ടോ. ഇതുണ്ടോ വണ്ടി കാണിച്ചു തരാം. നോക്കി കണ്ടോ, ചെളിയിൽ പൊതഞ്ഞായിരിക്കണം ടയർ. ഇത് കണ്ടോ, ഈ ഭാഗം കണ്ടോ, അതൊക്കെ ലോഡ് ചെളിയുണ്ട്. ഇത് തിരിച്ച് കയറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാവശ്യത്തിൽ ഇറക്കി. അതല്ല, ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇങ്ങോട്ടൊന്ന് ഇറക്കണമല്ലേ. ഈ കയറ്റം തിരിച്ച് അങ്ങോട്ട് കയറണം, അത്രേ ഉള്ളൂ. പക്ഷേ ഈ വഴി കയറാൻ പറ്റില്ല. അത് പക്ഷേ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ വഴി അടിച്ചിട്ട് അവിടെ കൊണ്ടുപോകാൻ. നോക്കാം. സണ്ണി എന്തായാലും വണ്ടി ഇറക്കിയില്ല. നന്നായി, ഒരു വണ്ടി കുറഞ്ഞ് കിട്ടിയതള്ള അല്ലേ? അട്ട പറിച്ചില്ലേ? അട്ട പറിച്ചിട്ട് പോകാം. ആ മഞ്ഞ് പോയപ്പോൾ ആ വ്യൂ നമുക്ക് കാണാൻ കിട്ടും. നോക്കിയേ, മഞ്ഞ് പിന്നെയും വരുന്നുണ്ടോ സൈഡിൽ കൂടെ? എന്തായാലും നമുക്ക് കണ്ടോ കാറ്റടി പോലെ. അവിടെ വെയിൽ കണ്ടോ? നോക്കി, അവിടെ വെയിലടിക്കും. നോക്കി പിന്നെ അടുത്ത മഞ്ഞ് വന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാണാൻ പറ്റുള്ളൂ നമുക്ക്. ശരി, ആയിക്കോട്ടെ. നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് തിരിച്ച് കയറാം. വണ്ടി ഇറക്കി ഇങ്ങോട്ട്. ഇതുണ്ടോ ആ വഴി കൂടെ നല്ല തെന്നലാണ്. കാലിൽ അട്ട അടിച്ചിരുന്നു, അതൊക്കെ പറിച്ചു കളഞ്ഞു. ഇവിടെ ചെളിയുടെ പൂര ഇറങ്ങി വരുന്ന വഴി 1
ഒന്ന് പിന്നെ സ്ലിപ്പായി. ഇതങ്ങനെ തിരിച്ചു കയറ്റും. കൈ വക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുളിക്കല്ലേ. ഇനി ഇവിടുത്തെ വ്യൂ ഉണ്ടോ? അതെ, വണ്ടി എത്തി. വലിച്ചടാ കയ്യ് പിടിച്ചേക്കല്ലേ. ഇപ്പൊ ഞാൻ അവിടെ വീണേ പോലെ. ഇങ്ങോട്ട് എത്തുക എന്നുള്ളത് മഴക്കാലത്ത് വെച്ച് ടാസ്ക്കാണ്. മഴക്കാലത്ത് വെച്ച് ടാസ്ക്കാണ്. വരും പൊസിഷൻ മാറാം. ഏ അങ്ങോട്ട് വിടും. ആ